ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിള്ളേർ ഫുള്ള് സെറ്റാണ്. മാമൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് മാമൻ്റെ മീനിനെ പിടിച്ചിട്ട് ഫ്രൈ ആക്കാം. നിന്നെ കിട്ടുന്നതിനെ പിടിച്ച് പൊരിക്കാനാ? അങ്ങനെയാണ് കണക്ക്. ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്നതിനെ പിടിച്ച് പൊരിക്കാം. ഓക്കെ, അങ്ങനെ 1.25 മണിക്കൂർ പണിക്ക് നമുക്ക് കിട്ടിയിട്ടാ. കഠിനമായ പല 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 ഐഡിയാസ് നമ്മൾ അപ്ലൈ ചെയ്ത് അവസാനം നമ്മൾ പിടിച്ചിരിക്കുന്നു. ഇതിന്റെ പേരെന്താ പറഞ്ഞു? അനബസ്. അങ്ങനെ നമുക്ക് അനബസിനെ കിട്ടിയിരിക്കുന്ന വെള്ളത്തിന്റെ കരയിൽ 3-4 മണിക്കൂർ നീന്താൻ കഴിവുള്ള ആളാണ്. വിശാലമായിട്ട് കാണിച്ചു. ഒന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ ഒന്ന് നമ്മൾ പിടിച്ചിട്ടാ. എന്നതിന്റെ പേര് ഒന്ന് പറഞ്ഞേ. അനബസ്. നല്ല ഓർമ്മശേഷിയുള്ള ഓർമ്മശേഷിയുണ്ട്. അനബസ് ഇതാണ്ട് അർത്ഥം പിടിച്ചാണ്. അപ്പോൾ അനബസിന് കിട്ടി. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ നല്ല ഡീപ്പ് ഉണ്ട്. കുളം കാണുന്നുണ്ട് നിങ്ങൾ. 2 മീറ്ററാ, 1.5 മീറ്റർ. അടുത്തവൻ ഒന്നും കൊടുത്തോളുന്നുണ്ട്. ഒന്നും കൂടി പിടിക്കണ. ഇതാണ് സാധനം. ഇങ്ങോട്ടോ, ഇതാണ് മീൻ. അപ്പോൾ നമ്മുടെ എന്തെല്ലാം നെട്ടറും വേറെ അതിനുള്ളകത്ത് നെട്ടറും ഫിലോപ്പിയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ പിടിച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റും. മറ്റേ 2 അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ സാധനം കണ്ടോ? അങ്ങനെ ഇതാ മീനൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇതാ ഒരാൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചത്തോണ്ടുണ്ട്. ബാക്കി എല്ലാവരും ചത്തു. ഒരാൾ അതിൻ്റെ അകത്ത് ചത്തോണ്ടുണ്ട്. മീൻ മുറിച്ച് ക്ലീൻ ആക്കണ പരിപാടിയാണ്. അമ്മ കത്ത് ശരിയായിക്കൊണ്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ മീൻ മുറിക്കണം. കണ്ടോ എൻ്റെ വായാണ് നിങ്ങൾ ഒരുമാതിരി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം എല്ലാം മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് ബാക്കി പരിപാടി. അപ്പോൾ ഇഞ്ചിയില്ല, ഇഞ്ചി പറിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു തീരം സെറ്റാക്കിക്കൊണ്ടുണ്ട്. 9th മൂലം നമ്മളെ കൊണ്ടത്തെ ഇഞ്ചി എവിടെ അങ്ങുണ്ട്. ആവേശത്തോടെ ഓടുകയാണ് കേട്ടോ. ഇഞ്ചി പറിക്കണം. ഓക്കെ, അതിന് ചുറ്റുള്ള എല്ലാം എടുത്താളേ. നമ്മളിത് ഇഞ്ചി വെച്ച് കൊണ്ടിരിക്കണം. ഗൈസ്, ഇതിലുണ്ടോയെന്നറിയില്ല. നോക്കട്ടെ. ഇല്ല, ഉണ്ടോ? ഉണ്ടോ ഇഞ്ചി ഇല്ല ഗൈസ്. പിടിച്ചേ. എന്തായാലും പൊട്ടിക്കണേ. പിന്നെ അതിന് പ്രശ്നമില്ല. അതെ, ഒരു പ്രശ്നത്തെ ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. കാട്ടിയേ. അപ്പം ഇഞ്ചി കിട്ടി, കറിവേപ്പിലയും കിട്ടി അല്ലേ? ഏകദേശം അങ്ങനെ നമ്മളിതാ 3 മീൻ നല്ലോണം വരഞ്ഞ് കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് അനാഫസ്, ഇത് 2 നെട്ടർ. എവിടെ ഉഷാറായി കത്തി കൊണ്ടുണ്ട്. ഇപ്പം ചട്ടി വെക്കണം നമുക്ക് അതിൻ്റെ മുകളിൽ. ഓക്കെ, ഏകദേശം അങ്ങനെ ഇതാ എല്ലാം കൂടെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അതായത് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് പേസ്റ്റ് ആക്കണം. ഒരുവിധം എല്ലാം ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഇത് നമുക്കിനി മുളക് പൊടി കുറച്ച് നല്ല ഇരുന്നോട്ടെ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങൾ ശേഷം അതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഫസ്റ്റ്. ഓക്കെ, നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മളിതാ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് ഉണ്ടല്ലേ, അതും കൂടെ മിക്സ് ആക്കി ഒരു പിടുത്തം പിടിക്കാം. ഓക്കെ, പേസ്റ്റും കൂടെ വന്ന് നല്ല സെറ്റപ്പായി വരുന്നുണ്ട്. നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. മസാല തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കാം. ഓക്കെ, നമ്മൾ നല്ല ആദ്യം എടുത്ത് വെച്ച ഇതിൻ്റെ പേര് നെട്ടർ അല്ലേ? നെട്ടർ റെഡി. ഇതിൻ്റെ പേര് അനബസ്. ഓക്കെ, അങ്ങനെയാണ് അനബസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. മസാല ഒക്കെ നല്ല കുളിച്ച് നിൽക്കുന്നുണ്ടോ? 3 എണ്ണം. അപ്പം നമുക്ക് നമ്മുടെ മീപ്പൊരിക്കലിലേക്ക് കിടക്കാം. ചട്ടി നല്ല തിളച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് നമ്മളൊരു എണ്ണ കണ്ടോ ഒന്നുകൊണ്ട് തൂക്കി വിട്ടിട്ടുണ്ട്. ഒന്നങ്ങോട്ട് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി ഇതാ നല്ല അസല് വായൻ്റെ ഇല, നാടൻ വായല. അത് നമ്മൾ മെല്ലെ ഇതിൻ്റെ അകത്ത് ഇറക്കി കൊടുക്കുക. ഗൈസ്, അങ്ങനെ ഇതാ നമ്മൾ നല്ല ഇലയൊക്കെ ഇറക്കി വെച്ച് ഇലയുടെ അടിയിലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചെണ്ണ ഇലയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ചില അതിലേക്ക് മീൻ വന്ന് കിടക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. മീൻ എവിടെയും പൊട്ടിപ്പിടിച്ച് പോവോ പൊളിഞ്ഞു പോവോ ഒന്നും പറ്റത്തില്ല കേട്ടോ. നല്ല മസാലയൊക്കെ കുറേ നേരമായിട്ട് പിടിച്ചുള്ള മീനാണ്. അങ്ങനെ തന്നെ നമ്മൾ ഇലയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇലയിലേക്ക് ഇറക്കി വെച്ചാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇല നല്ലോണം ഇങ്ങനെ വൃത്തിക്ക് ഫോൾഡ് ചെയ്ത് കവർ ചെയ്ത് വെക്കും. അങ്ങനെ ഇലേൻ്റെ ഉള്ളിൽ കിടന്ന് അതിങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു മണം വരാണ്ട് ആ ഇല തുറക്കുമ്പോൾ. ഓഫ് എൻ്റെ ചേട്ടാ എന്നാ പറയാനാ, ഒന്നും പറയണ്ട. അത്രയും ഹെവി ഫ്ലേവറോടുകൂടെയുള്ള ഒരു സ്മെല്ല് വരാണ്ട്. നല്ല ഹെവി തീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ മീനെല്ലാം കുക്കഡായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വട്ടം കൂടെ ഞാൻ നല്ലോണം ഇങ്ങനെ അതേപോലെ തന്നെ അടച്ച് വെച്ച് ഒന്ന് മസാലയൊക്കെ ഒന്നും കൂടെ ഒന്ന് പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ ഡ്രൈ ആയിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മീൻ നല്ല പൊളപ്പനായിട്ട് വന്നു കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ ഇലയിൽ പൊരിച്ച നല്ല അസല് മീൻ റെഡി ആയിട്ടുണ്ട്. നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് തൽക്കാലം അടിച്ച് വെക്കാം. ബാക്കിയുള്ള പനി കൊണ്ട് നോക്കിയിട്ട് ഇതാക്കാം. ഓക്കെ എങ്ങനെയുണ്ട്? പൊള്ളി. എന്തൊന്നും പറയാൻ എൻ്റെ മണം നോക്ക്. അപ്പൊ സംഭവം സെറ്റായി കിടക്കുന്നുണ്ട് ഗൈസ്. ഇലയിൽ വെച്ച് പൊരിച്ച നെട്ടർ. ഓക്കെ നാദിക ഫസ്റ്റ് ബൈറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. നമ്മളെ ഫസ്റ്റ് കുക്കിംഗ് ആണ്. എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ഞാൻ നെട്ടർ ഇതിന്റെ മുന്നേ കുക്ക് ചെയ്തിട്ടില്ല. തിന്ന് ടേസ്റ്റായിനാ? കോവന്റെ വർത്താനത്തെ വിശ്വാസം ഉള്ള പോലെ പറയണേ. സൂപ്പർ സൂപ്പർ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ വിജയിച്ചിരിക്കുന്നു അല്ലേ? വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ല കാർത്തിക് നമ്മുടെ വൻ പോളിങ്ങിലാണ്. തീർന്ന സാധനം ഒരു കഷ്ണം ഉള്ളും കൂടി പിടിക്കട്ടോ. നല്ല സൗണ്ട് ഉള്ളും കൂടി പിടിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടു പല ഉണ്ടായിട്ടുണ്ട്. നെട്ടർ ഫിഷ് ഇലയിൽ വെച്ച് പൊരിച്ചത് കഴിഞ്ഞു. എല്ലാവരും കഴിച്ചു, സെറ്റായി. ഇനി അടുത്ത സാധനമാണ് ഇതേ കിടക്കണം. ഗ്രില്ല് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗ്രില്ലാണ്. ഒരു നല്ല കാനലൊക്കെ പാകി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ നേരത്തെ മസാല തേച്ച് വെച്ച നല്ല കിടുക്കൻ ഇതാ നമ്മുടെ 9th കൂടെ എത്തിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഇതാ അനാഫസും നെട്ടറും ഒക്കെ ഇത് ഇങ്ങനെ ഗ്രില്ലിനെ വിളിക്കരുണ്ട്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഗ്രില്ലാണ്. അത് നല്ല സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മളിത് കനലിൻ്റെ ചെറിയൊരു മരത്തിൻ്റെ കഷ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ നല്ല ഗ്രില്ലായതുകൊണ്ടുണ്ട്. ഗൈസ് നമ്മുടെ മീനുകൾ നല്ല കുട്ടപ്പന്മാരെ ഗ്രില്ലേ വന്നിട്ട് ഒരു സൈഡ് ഇവിടെ കരിഞ്ഞു പോയിന്. ദസ് മൈ മിസ്റ്റേക്ക്, ഞാൻ ശ്രദ്ധിക്കാണ്ടായിപ്പോയത്. ടോട്ടലി സംഭവം ഹെവി എന്താ പറയുക ഇങ്ങനെ ഗ്രില്ലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ സാമ്പിൾ എടുത്ത് തിന്ന് നോക്കി. സംഭവം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പ്രതീക്ഷയില്ല, എന്നാൽ പ്രതീക്ഷകളും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ എഫസാണ്, ഇത് നട്ടറാണ്. അപ്പോൾ രണ്ടും നല്ല സുഖത്ത് കിടന്ന ഗ്രില്ലാന്നുണ്ട്. ഗ്രില്ലാവട്ടെ എന്നിട്ട് ആയിട്ട് കഴിച്ചിട്ട് പറയട്ടെ ബാക്കി. ഗൈസ് അങ്ങനെ നമ്മുടെ ഗ്രില്ലിങ് പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അനോഫസും നല്ല എന്താ മറ്റേ നെട്ടറും അനോഫസും സെറ്റായിട്ടുണ്ട്. നമ്മൾ പ്ലെയിനിലോട്ട് കയറ്റാണ് കേട്ടോ. കാരണം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. എന്നാലും യെസ് ഒന്ന് അത് ആ നെട്ടറിനെ കൂടെ ഇങ്ങനെ പൂരി എടുത്ത് നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അതേവാ വെറുതെ പറയുന്ന നല്ലതാണ്. ശരിക്കോ? കുറച്ച് ഉപ്പ് കൂടുതലെന്നാ. ഇതൊന്ന് നോക്ക്, നെട്ടർ മീൻ അല്ല മറ്റേത് അനാഫസ് മുള്ളുണ്ടാ? അനാഫസിന്റെ ടേസ്റ്റില് അല്ല, അനാഫസിന്റെ ടേസ്റ്റില് അവനാണ് സാമ്പിൾ നോക്കുന്നത് എന്നത്ത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ്. അങ്ങനെ നല്ല അടിപൊളി സ്മോക്കി ഗ്രില്ലൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൊടുക്കുകയൊക്കെ ചെയ്ത് പൊളിയായി. അങ്ങനത്തെ ആ ദിവസം അടിച്ച് പൊളിച്ച് തീർത്തു. അപ്പോൾ വേറെ വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം അബിയാക്സ്.